എന്തോ കുഴിയെടുത്തതുപോലെ ഷൂസ് നിറയെ മണ്ണായിരുന്നു. ഇങ്ങനൊരു കുഴിയെടുത്ത് മുത്തശ്ശൻ എന്താണ് ഈ തെരഞ്ഞോണ്ടിരുന്നതെന്നറിയാൻ അവർ ആ ബേസ്മെന്റിലേക്ക് ചെന്ന് നോക്കി. അതൊരു കുഞ്ഞു മുറിയാണ്. അവിടെ ചെളിയോ കുഴിയോ അങ്ങനെ ഒന്നും തന്നെയില്ല. പക്ഷേ അതേ ബേസ്മെന്റിലെ മണ്ണ് തന്നെയാണ് മുത്തശ്ശന്റെ ഷൂസിലുണ്ടായിരുന്നത്. ഈ സമയം സ്റ്റെഫനി പറയും, നീ ഇവിടെ ഇരിക്കി, ഞാൻ ഇപ്പൊ വരാന്നും പറഞ്ഞ് ബേസ്മെന്റിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പൊ തന്നെ ആ ബേസ്മെന്റിന്റെ ഡോറ് അതങ്ങനെ പതിയെ പതിയെ അടഞ്ഞു വന്നു. എന്നാൽ അടുത്ത നിമിഷം തന്നെ ആ ഇരുട്ടിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. എന്തോ നിരങ്ങി നിരങ്ങി അവളുടെ അടുത്തേക്ക് വരുന്നത് പോലെ. അവൾ ആ ശബ്ദം കേട്ട് പേടിച്ചിരിക്കുമ്പോ പെട്ടെന്ന് രണ്ട് പ്രേത കൈ വന്ന് അലീസയുടെ തലയ്ക്ക് പിടിക്കും. ഈ സമയം അവൾക്ക് എന്തൊക്കെയോ വിഷ്വലായിട്ട് കാണാം, പക്ഷേ അതെന്തൊക്കെയാണെന്ന് വ്യക്തമല്ല. അപ്പോഴേക്കും സ്റ്റെഫനി മുത്തശ്ശന്റെ ഷൂസ് എടുത്ത് ബേസ്മെന്റിലെത്തി. സ്റ്റെഫനി അവിടെ എത്തുമ്പോ അലീസ അങ്ങനെ പേടിച്ച് കിളി പോയിട്ടിരിക്കുക. നിനക്ക് എന്താ പറ്റിയ? നീ വല്ലതും കണ്ട് പേടിച്ചോ? അതിന് അലീസ, അതെ ഞാൻ കണ്ടു, എന്തോ ഒരു നിഴല് പോലെ എനിക്കെന്തോ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോ അവർക്കൊരു കാര്യം ഉറപ്പായി, മുത്തശ്ശൻ ഈ ബേസ്മെന്റിനകത്ത് ഒരു കുഴിയെടുത്ത് എന്തൊക്കെയോ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്.